വല്ലാത്തൊരു വീക്കായി പോയി ഈ ഒരു ഫുൾ ഡൊമൈൻ വീക്ക് എന്ന് പറയുന്നത്. ഫെയിലായി, ഇവിടെ ഫെയിലായി, ഇവിടെ പിന്നെയും ഫെയിലായി, പിന്നെ മൂന്നാമത്തെ അറ്റംപ്റ്റിലെ പാസ്സാണ്. ആക്ച്വലി രണ്ടാമത്തെ അറ്റംപ്റ്റിലെ പാസ്സാണ്, പക്ഷേ മൂന്നാമത്തെ വീക്കിലാണ് പാസ്സാവുന്നത്. പാസ്സായി അതല്ല അവസാനം, ക്രിട്ടിക്കലാണ് എന്നാലും പാസ്സായി. സമാധാനമായി. 21ാമത്തെ വീക്ക് കഴിഞ്ഞു. അങ്ങനെ 21ാമത്തെ വീക്ക് പറയുന്നത് ഫുൾ ഡൊമൈൻ വീക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് ഫുൾ ഡൊമൈൻ, അല്ലെങ്കിൽ സെക്കൻഡ് ബാഡ്ജ് വീക്ക് എന്നൊക്കെ പറയും. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച വീക്ക് സത്യം പറഞ്ഞാൽ ഈ വീക്കാണ്. ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഏതൊരു വീക്കിലാണോ കൂടുതൽ തവണ വീക്ക് റിപ്പീറ്റൊക്കെ അടിച്ചിരുന്നത് ആ ഒരു വീക്ക് ഇതാണ്. ഞാൻ രണ്ട് വീക്കിലാറെ ഒരു വീക്കിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. പക്ഷേ ഈ ഒരു വീക്കിലെ 3 വീക്കിൻ്റെ മേലെ ഇരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രോട്ടോടൈപ്പിൻ്റെ ഹബിൻ്റെ ഒരു മൂല്യം മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ എന്താ ഞാൻ ഈ വീക്ക് റിപ്പീറ്റ് കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ റിയാക്ട് സെക്കൻഡ് വീക്ക്, ഞാൻ റിയാക്ടിൻ്റെ വീക്ക് ഓൾറെഡി ഇട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ റിയാക്ട് സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ റിയാക്ട് സെക്കൻഡ് വീക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് എൻ്റെ 18ാമത്തെ വീക്ക് കഴിഞ്ഞ് ഞാൻ 19ാമത്തെ വീക്കിലോട്ട് ചാടി. അപ്പോൾ 19ാമത്തെ വീക്ക് ഞാൻ സെക്കൻഡ് വീക്ക് ആക്ച്വലി ഞാൻ ക്യൂ ഒക്കെ പാസ്സായിട്ട് അങ്ങനെയാണ് പിന്നെ 19ാം വീക്കത്തേക്ക് ചാടുന്നത്. ആ ഒരു ടൈമിലാണ് പ്രോട്ടോടൈപ്പ് കാക്കാഞ്ചേരി കിൻഫ്രല്ല ഹബ്ബിലെ ചിക്കൻ ബോക്സ് വന്നത്. ആ ചിക്കൻ ബോക്സ് വന്നത് മൂലം ഏകദേശം കുറച്ച് കാലമായിട്ട് ഹബ്ബ് അടച്ചിടാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കാലം ഒരു കലക്കുണ്ടായിരുന്നില്ല, അടച്ചിടാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞാൻ വീട്ടിലോട്ട് വന്നിട്ടായിരുന്നു ഈ പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കഷ്ടകാലത്തിനാണ് വെച്ചെങ്കിൽ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് എൻ്റെ ഫുൾ ഡൊമൈൻ വീക്കും വന്നത്, അതായത് സെക്കൻഡ് ബാഡ്ജ് വീക്കും വന്നത്. അപ്പോൾ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ വീട്ടിൽ നിന്നിട്ട് ഈ ഹബ്ബിലത്തെ ആ ഒരു കോൺസെൻട്രേഷനും ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു പ്രഷറായിട്ടുള്ള പഠിത്തം ഉണ്ടല്ലോ, അതൊന്നും വീട്ടിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയണില്ല. കാരണം ഫുൾ ടൈം ആയിക്കൂടി നടക്കുക, ഫുൾ ടൈം തിന്നുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടുകൊണ്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പേരിൽ നിന്ന് പഠിക്കാൻ കഴിയണ്ടായില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് വീക്ക് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് കരുതിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റൻഷനോ എക്സ്റ്റൻഷന് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ അങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ്പോൺ എടുത്തിരുന്നു, എക്സ്റ്റൻഷൻ എടുത്തില്ല. അപ്പോൾ എക്സ്റ്റൻഷനും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ 21st വീക്കിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഫസ്റ്റത്തെ വീക്കിൽ എൻ്റെ ടൈം വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു പേടി കയറി, വെറുതെ ഞാൻ അറ്റൻഡ് ചെയ്യണം, ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറ്റൻഡ് ചെയ്യാൻ വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റൻഷൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ്ട് എൻ്റെ കോർഡിനേറ്ററോടും എൻ്റെ കൗൺസിലറോടൊക്കെ എക്സ്റ്റൻഷൻ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ ഒരു രക്ഷയില്ല, കാരണം ഞാൻ ആൾറെഡി ടൈം അലോക്കേറ്റ് ആയി, സ്ലോട്ടൊക്കെ അലോക്കേറ്റ് ആയി. അപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യണില്ല, ഞാൻ കുറേ ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ പറഞ്ഞ് നോക്കി, പക്ഷേ ഒന്നും രക്ഷ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യണില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വീക്ക് ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം, അല്ല വേറെ ഓപ്ഷൻ ഇല്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഒരു ബീരിനെ പോലെ പിന്മാറി അറ്റൻഡ് ചെയ്യാതെ. ഐ ഷുഡ് ഹാവ് അറ്റൻഡഡ്, ഞാൻ അറ്റൻഡ് ചെയ്യണമായിരുന്നു. എന്നാൽ എനിക്ക് ഒന്നുകൂടി ടെൻഷൻ കയറിയിരുന്നു, പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ ഇനി പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴും വീട്ടിൽ തന്നെയാണല്ലോ, പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ആൾറെഡി പോസ്റ്റ്പോൺ എടുത്തിരുന്നത്, അതായത് ഞാൻ ഏകദേശം റിവ്യൂ ശരിയാണ് ഒരു ചൊവ്വാഴ്ച റിവ്യൂ വരേണ്ട ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ച ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ പിന്നെ ചൊവ്വാഴ്ച അറ്റൻഡ് ചെയ്തില്ല, പിന്നെ ആകെ കിട്ടിയത് ബുധന് വ്യാഴം വെള്ളി 3 ദിവസം, പിന്നെ തിങ്കളാഴ്ച പിന്നെ റിവ്യൂ. അന്ന് അറ്റൻഡ് ചെയ്യാനൊക്കെ വേറെ കോലല്ല, കാരണം അന്ന് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും. അപ്പോൾ ഞാൻ ഈ 3 ദിവസമുള്ളല്ലോ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കരുതി ഇതൊക്കെ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ പഠിത്തം നടക്കണപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയുള്ള പഠിത്തം നടക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉറങ്ങാതിരുന്ന് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് എൻ്റെ റിവ്യൂ, 9 മണിക്ക് റിവ്യൂ ഉറങ്ങാതിരുന്ന് പഠിച്ചു. ഞാൻ അത്യാവശ്യം തോനെ പഠിച്ചു, പക്ഷേ എന്നിരുന്നാൽ കൂടി കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ 9 മണിക്ക് റിവ്യൂ അറ്റൻഡ് ചെയ്തു രാവിലെ, ശനിയാഴ്ച രാവിലെ 9 മണിക്ക് റിവ്യൂ അറ്റൻഡ് ചെയ്തു, തോറ്റുപോയി. വീക്ക് റിപ്പീറ്റ് ആയിപ്പോയി. അപ്പോൾ ആൾറെഡി ഞാനൊരു വീക്ക് ഫെയിലായി, കാരണം ഒരു വീക്ക് ഞാൻ പോസ്റ്റ്പോൺ എക്സ്റ്റൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ആ എക്സ്റ്റൻഷൻ കിട്ടാത്ത വീക്ക് റിപ്പീറ്റ് ആയി കണക്കാക്കിയത്. പിന്നെ അതിന് ശേഷമുള്ള വീക്കും റിപ്പീറ്റായി. 2 വീക്ക് അടുപ്പിച്ച് റിപ്പീറ്റ് ആയാൽ 1000 റുപ്പീസ് പേ ചെയ്യണം, 2 ആഴ്ചക്കുള്ളിൽ റിവ്യൂ എടുത്താൽ മതിയായി. അപ്പോൾ ഇതിന് എനിക്കെന്തോ ഒരു പേടി കയറി, 1000 കൊടുക്കണമല്ലോ എന്നുള്ളൊരു പേടി. ആ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പഠിക്കണം എന്നുള്ള പേടി അപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോട്ടോടൈപ്പ് ഹബ്ബ് ഉണ്ടല്ലോ, കാക്കഞ്ചേരിക്ക് ഇൻഫ്രല്ല ഹബ്ബ്, അവിടെ നിന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ്, ആ വർക്കിംഗ് സ്പേസിൽ ഞാൻ പഠിക്കണ ഒരു പഠിത്തത്തിൻ്റെ ആ ഒരു വില എനിക്ക് മനസ്സിലായത് ഈ ഒരു അവസ്ഥയിൽ 2 പ്രാവശ്യം തോറ്റപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ പഠിക്കാനൊക്കെ ശ്രമിച്ചു, എന്നാൽ കൂടി പഠിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇരുന്നത് ഒരു വ്യാഴാഴ്ച ഹബ്ബ് റീ ഓപ്പൺ ആവുന്നുള്ളത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഹാപ്പി ആയത്. ഉള്ളിൽ ചെറിയൊരു സങ്കടം ഉണ്ട്, കാരണം ഞാൻ കുറച്ച് ഹോം സിക്കാണ്. അപ്പോൾ എനിക്ക് വീട് വിട്ട് പോകണമല്ലോ, പിന്നെയും ഏകദേശം 1 മാസത്തോളം ഞാൻ വീട്ടിലിരുന്നു കേട്ടോ. എന്നിട്ടും എനിക്ക് വീട് വിട്ട് പോകാൻ എന്നുള്ളൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഹബ്ബ് പോയാൽ കുറച്ചുകൂടി പഠിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വ്യാഴാഴ്ച ഹബ്ബക്ക് എത്തി. പിന്നെ ഞാൻ ഈ ശനിയാഴ്ച എടുത്തില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച, പിന്നെ അടുത്ത വ്യാഴാഴ്ചയാണ് എടുക്കുക. ഒരു വീക്ക് ഞാൻ ഹബ്ബിൽ നിന്ന് പഠിച്ച് പിന്നത്തെ വ്യാഴാഴ്ച വരെ ഞാൻ ഇരുന്ന് പാസ്സായി. അങ്ങനെ ഒരു വൃത്തിയിട്ട മാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വൃത്തിയുടെ വീക്ക് എന്നൊക്കെ പറയാം. കുറച്ച് ടെൻഷൻ അടിച്ച് കുറേ കാലം വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ അവസാനം പാസ്സായി കഴിഞ്ഞ് കിട്ടി ഈ ഒരു നശിച്ച വീക്ക് വെറുതെ പറയുകയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു വീക്കിൽ കുറച്ച് കാലം ഇരുന്നുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ആക്ച്വലി അപ്പോൾ കരുതുന്നുണ്ടാവും എന്താണ് ഈ ഫുൾ ഡൊമൈൻ വീക്ക് എന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോഴും. അപ്പോൾ ഫുൾ ഡൊമൈൻ വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 6th വീക്കിനെ കുറിച്ച് ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീക്കിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീക്കിൽ പറയുന്നത് ഫസ്റ്റ് ഫുൾ ഡൊമൈൻ വീക്കാണ് 6th വീക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ 21ാമത്തെ വീക്കിലാണ് സെക്കൻഡ് ഫുൾ ഡൊമൈൻ വരുന്നത്. ഈ ഫസ്റ്റ് ഫുൾ ഡൊമൈനിലുള്ളത് 3rd വീക്ക് 4th വീക്ക് 5th വീക്ക് കൂടിയ ജാവാസ്ക്രിപ്റ്റ്, നോഡ് ജെഎസ്, മോംഗോഡിബി ഈ 3 വീക്കായിരുന്നു 6th വീക്ക്. ഇത് പുറമെ ഈ 3 വീക്കും ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ DSA 3 വീക്ക് ഉണ്ടായിരുന്നു. DSA ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, 3rd വീക്ക്, അതും പിന്നെ റിയാക്ട് 3 വീക്ക്, റിയാക്ട് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, പിന്നെ റിഡക്സിൻ്റെ 3rd വീക്ക്, ഈ 3 വീക്കും. അങ്ങനെ ഈ 9 വീക്ക് അടങ്ങിയിട്ടുള്ളൊരു വീക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു 21ാമത്തെ വീക്ക്. അപ്പോൾ 9 വീക്ക് മാത്രമല്ല ഈ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചില റിവ്യൂസ് ഈ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഫുൾ ഡൊമൈൻ വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 21ാമത്തെ വീക്ക് വരെ പഠിച്ചില്ലേ, ആ മൊത്തത്തിൽ ഈ 20ാമത്തെ വീക്ക് ആക്ച്വലി 20ാമത്തെ വീക്ക് വരെ പഠിച്ചില്ലേ, ആ ഒരു മൊത്തം വീക്കിൻ്റെ ഒരു ഉള്ളടക്കം, അതായത് ഒരു ടോട്ടലായിട്ടുള്ളൊരു ഫുൾ റിവ്യൂ നടത്തുന്ന ഒരു വീക്കായിരുന്നു. ആക്ച്വലി നമ്മൾ സാധാരണ റിവ്യൂ ഉണ്ടായിരുന്നത് ഏകദേശം 30 മിനിറ്റ്, അതായത് അരമണിക്കൂറൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഫുൾ ഡൊമൈൻ വീക്ക് 21ാമത്തെ വീക്ക് 1.5 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നത് ഈ വീക്കിനെ കുറിച്ച് പറയാനാണ്. ആക്ച്വലി ഈ വീക്കിനെ എങ്ങനെയൊക്കെ പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, എങ്ങനെയൊക്കെ പാസ്സായി എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ജാവാസ്ക്രിപ്റ്റ് നല്ലോണം നോക്കി. ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് ശരിക്കും നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഐ മീൻ ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല, ജാവാസ്ക്രിപ്റ്റ് ശരിക്കും നോക്കണം. ജാവാസ്ക്രിപ്റ്റ്, DSA ഇത് ശരിക്കും നല്ല. ചില റിവ്യൂസ് വന്നാൽ DSLൊക്കെ കുറച്ച് തോന്നെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നല്ലോണം നോക്കണം, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നല്ലോണം നോക്കണം. അത് അറേ ക്വസ്റ്റ്യൻസ് ആയാലും സ്ട്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും ഒബ്ജക്റ്റ് മാനിപ്പുലേഷൻ്റെ ആയാലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയാലും അത് നല്ലോണം നോക്കണം. ജാവാസ്ക്രിപ്റ്റിൽ ഒട്ടുമിക്ക മൊത്തം കാര്യങ്ങളും അവർ ചോദിക്കും, അവിടെ നിന്നൊക്കെ ചോദിക്കും. പിന്നെ MongoDB നല്ലോണം നോക്കണം. MongoDBയിൽ ചിലപ്പോൾ പണ്ട് നോക്കിയ ക്വറീസൊക്കെ മറന്നു പോകാൻ, അപ്പോൾ MongoDB നോക്കണം. ജാവാസ്ക്രിപ്റ്റ്, DSA കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഒക്കെ നോക്കണം. പക്ഷേ ഒന്നുകൂടി നല്ല ഡീപ്പായിട്ട് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിനെ തുടത്തുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആൾറെഡി കുറച്ച് പെൻഡിങ്സുകൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പെൻഡിങ് ബക്കറ്റ് ഇറങ്ങുന്നൊരു സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഓരോ പെൻഡിങ് ഇങ്ങനെ നോക്കി പോയി. പിന്നെ ഓരോ നോഡ് ജെഎസിൻ്റെ പെൻഡിങ്ങുകൾ നോക്കി. അപ്പോൾ ഞാൻ പഠിച്ചൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പെൻഡിങ് ബക്കറ്റ് മൊത്തം കോപ്പി ചെയ്ത് ഗ്രോക്ക് ഇടും. എന്നിട്ട് ആ ഗ്രോക്കിനോട് ഒരു ഓവറാൾ ഒരു ഉള്ളടക്കം തരാൻ പറയും. അങ്ങനെ ഗ്രോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഓവറാൾ ഉള്ളടക്കം തരും. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്. ആക്ച്വലി ഫസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു, ഫസ്റ്റത്തെ ഫെയിലായ വീക്ക് ഉണ്ടല്ലോ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിലായ വീക്ക്, അതിൽ ഞാൻ ആകെ 3 ദിവസമാണ് കിട്ടിയത്. പെട്ടെന്ന് ഗ്രോക്കൊക്കെ അങ്ങ് ഇട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി ഇതൊക്കെ നോക്കി പോയി ഫെയിലായി, അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടായാലും പിന്നെ നല്ലോണം പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്ത് പാസ്സായി. ഓക്കെ, സമാധാനമായി. ഇപ്പോൾ ഞാൻ പ്രൊജക്റ്റ് വീക്കിലോട്ട് കയറിട്ടോ. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് പ്ലാനിങ് വീക്കിലാണ് ഇപ്പോൾ ഉള്ളത്, അത് 22ാമത്തെ വീക്ക്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ വരുന്നത് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ എന്ത് പ്രൊജക്റ്റാണ് എടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഞാൻ പ്രൊജക്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ പുതിയ ടെക്നോളജീസാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുന്നത്, അങ്ങനത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യും ഈ ഒരു വീക്ക് കഴിഞ്ഞിട്ടുള്ള ആ വീക്കുകളിൽ. അപ്പോൾ ആ വീക്ക് ഓരോന്ന് പാസ്സായാൽ മാത്രമേ നമ്മൾ ഇടുള്ളൂ. ഇനി ഞാൻ പഠിക്കാൻ എന്നെ സഹായിച്ച കുറച്ച് PDF ഉണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയ PDF ഉണ്ട്. അപ്പോൾ ആ PDFൻ്റെ ലിങ്കൊക്കെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഞാൻ ഉപയോഗിച്ച എല്ലാ PDFകളും, ഞാൻ പ്രാക്ടീസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസുകൾ, ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അതായത് ക്വസ്റ്റ്യൻ ഞാൻ എൻ്റേതായ സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞാനുള്ളൊരു PDF, കുറച്ച് തോന്നെ PDF ഉണ്ടാവും. ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതായിരിക്കും ഒന്നും കൂടി ഹെൽപ്ഫുൾ, അതായിരിക്കും ഒന്നും കൂടി ആപ്റ്റ്. അപ്പോൾ ഞാൻ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ ആ PDF ഉണ്ടാവും, ആ സൊല്യൂഷൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാം ഉള്ളൊരു. പിന്നെ പെൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ ആ പെൻഡിങ്സും ഞാൻ എന്ത് ചെയ്യുക, കുറച്ച് തോന്നെ പെൻഡിങ്സും ഞാൻ ആ ഡ്രൈവിക്ക് ആഡ് ചെയ്താണ്ട് ഒരു മൊത്തത്തിലൊരു ഫുൾ ഡൊമൈൻ വീക്ക് 21 ഫുൾ ഡൊമൈൻ മേൺസിയാക്കുന്ന പറഞ്ഞിട്ടുള്ളൊരു ഡ്രൈവ് ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ഡ്രൈവിൽ ഇട്ട് വെക്കാം. അപ്പോൾ അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നോക്കിയാണ് നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക, പരമാവധി ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറേ റിവ്യൂസ് വന്നാൽ കുറേ ലോജിക്കൽ എന്നോടൊക്കെ അത്യാവശ്യം ഒരുപാട് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1.5 മണിക്കൂർ മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നിൽക്കാതെ ചെയ്ത് അങ്ങനെ പോയിക്കായിരുന്നു. അവസാനം പാസ്സായി. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഇന്ന് വേറെ വീഡിയോസ് എടുക്കാണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഉള്ളടക്കം ഞാൻ PDF-ലുള്ളതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ ആ PDF-ൻ്റെ മൊത്തം ലിങ്ക് ഡ്രൈവ് ആയിങ്ങാണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക ഡ്രൈവിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ച് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ടെലഗ്രാം ചാനൽ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്, കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ എല്ലാം ചെയ്യുക. ഇനി നമ്മൾ അടുത്തതൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് പ്രൊജക്റ്റ് വീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടാവും അല്ലേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ വരും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. താങ്ക് യു.